നമസ്കാരം. നമ്മളിന്നിവിടെ പറയാൻ പോകുന്ന വിഷയം പഠന മികവിന് പഠിക്കാൻ മനസ്സ് തോന്നാനായിട്ട് എന്താണ് ചെയ്യേണ്ട ഒരു ചോദ്യം ഇവിടെ വന്നേക്കുന്നത്. പഠനം അതായത് നല്ലവണ്ണം പഠിച്ചെങ്കിലേ നമുക്ക് നല്ല ജോലികൾ കിട്ടുകയുള്ളൂ. പഠിച്ചവർക്ക് പോലും ജോലി കിട്ടാൻ പ്രയാസമുള്ള അപ്പോൾ നമ്മൾ ഉഴപ്പിയിരുന്നാലോ പറ്റുന്ന കാര്യമല്ല. അപ്പം നമുക്ക് നല്ല രീതിയിൽ കുട്ടികൾക്ക് പഠിക്കാൻ മനസ്സ് തോന്നാനായിട്ട് പഠിച്ച കാര്യങ്ങൾ ഓർമ്മ നിൽക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ബുധനാണ് ജാതകത്തിലെ വിദ്യാകാരനായിട്ട് പറയുന്നത്. ബുധന്റെ ദേവത എന്ന് പറഞ്ഞാൽ അവതാര വിഷ്ണു അല്ലെ കൃഷ്ണസ്വാമിയാണ്. അപ്പം നമുക്ക് ആ ഒരു വിദ്യാഗോപാലം അല്ലെ വിദ്യാരാജഗോപാല മന്ത്രം നമ്മൾ ജപിക്കുന്നത്, അതായത് കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞാത്വം പ്രസീത പെരുമാരമണ വിശ്വേശ വിദ്യാമാശു പ്രവേശം, ഈ മന്ത്രം സ്ഥിരമായിട്ട് നമ്മൾ ജപിക്കുന്നത്, ബുധനാഴ്ച വ്രതമെടുത്ത് ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അത് 11 പ്രാവശ്യമാണ് നമ്മൾ ജപിക്കേണ്ടത്. സരസ്വതി യാമത്തിൽ 2 മണി തൊട്ട് 6 മണി വരെയുള്ള സമയത്താണ് നമ്മൾ ജപിക്കാൻ ഏറ്റവും വിശേഷമായിട്ട് പറയുക. അതുപോലെ തന്നെ നമുക്ക് ബുധനാഴ്ചകളിൽ വൈകുന്നേരം ജപിക്കാനാണെങ്കിൽ വിദ്യാ സരസ്വതി മന്ത്രം ജപിക്കുന്നത്, അത് സരസ്വതി യാമത്തിൽ നല്ലതാണ് ജപിക്കുന്നത്. എന്നാലും വൈകുന്നേരം, അതായത് ദുർഗായാമത്തിൽ നമുക്ക് 6 മണി തൊട്ട് 10 മണി വരെയുള്ള സമയം ദുർഗായാമത്തിൽ വിദ്യാസരസ്വതി യന്ത്രം നമ്മൾ ധരിച്ചുകൊണ്ട് വിദ്യാസരസ്വതി മന്ത്രം ജപിക്കുന്നത് വളരെ വിശേഷമാണ്. സരസ്വതി വരദേ വിദ്യാരൂപിണി വിദ്യാരംഭം കരിഷ്യാമേ സദാ സും സരസ്വതി നമഃ. ഇതാണ് നമുക്ക് ആ വിദ്യാസരസ്വതി മന്ത്രം എന്ന് പറഞ്ഞ് അത് സ്ഥിരമായിട്ട് നമ്മൾ ജപിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. അതിലെ മാതാവിനെയും പിതാവിനെയും ഒക്കെ രാവിലെ വന്ദിച്ചിട്ട് അല്ലെങ്കിൽ അവരെ ഒന്ന് കാൽ തൊട്ട് തൊഴുതിട്ട് നമുക്ക് സ്കൂളിൽ പോകുന്നത് നമുക്ക് ആ ഒരു പഠന മികവിന് ഏറ്റവും സഹായകമായിട്ടുള്ള അവസ്ഥയാണ്.